എങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്? ക്ഷേത്രത്തിൽ ഞങ്ങളെ കൂടി പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. പിന്നെയോ അതിൻ്റെ മുന്നിലെ പട്ടി നടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾക്കും നടക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞിട്ടാണ്. പട്ടിക്കും പശുവിനും ഒക്കെ നടക്കാം, പക്ഷെ മനുഷ്യർക്ക് നടക്കാൻ പറ്റില്ല, അവന്റെ ജാതിയുടെ അടിസ്ഥാനത്തിൽ. ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി വന്നതും അന്നത്തെ കാര്യങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ ചരിത്രം നമ്മളിപ്പോൾ ഓർമ്മിപ്പിക്കുന്നില്ല. ആ ചരിത്രം സൗകര്യപൂർവ്വം പലരും വിസ്മരിക്കുകയാണ്. തന്തൈ പെരിയാർ എന്നാണ് അവിടെ വരുന്നത്. അദ്ദേഹം നടത്തിയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഓരോ മലയാളിയും ഇന്ന് വായിക്കേണ്ട പ്രസംഗമാണ്, ഓർക്കേണ്ട പ്രസംഗമാണ്. ഒരു വ്യാഴവട്ടം കഴിഞ്ഞാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടാകുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ സംയുക്തിക തുടർച്ചയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞ് ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടാണ് പാലിയം സമരം ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ ഡോക്ടർ ധർമ്മരാജ അടാട്ട് പുസ്തകം രചിച്ചിട്ടുള്ളത്. പാലിയം സമരം വരുമ്പോഴേക്ക് അതിന് രാഷ്ട്രീയ നേതൃത്വം കൈവരുന്നു എന്ന പ്രത്യേകതയാണ്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോഴും ഇല്ല. പക്ഷെ പിൽക്കാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായവർ, ആ വിപ്ലവോന്മുഖമായ മനസ്സുമായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ കൃഷ്ണപിള്ളയും എ കെ ജിയും എല്ലാം വന്നതിന്റെ നേതൃത്വമായിരുന്നു. അതിനുശേഷം പാലിയം സമരമായപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തനം സജീവമായി നടക്കുന്ന കാലമാണ്. അപ്പൊ അതിന് നേതൃത്വം കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സഖാവ് എ ജി വേലായുധൻ രക്തസാക്ഷിയാവുന്നത് ആ സമരത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത വേലായുധൻ രക്തസാക്ഷിയായ പാലിയം സമരം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടിയുള്ള സമരമായിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ നവോത്ഥാന പോരാട്ടത്തിന്റെ നേരവകാശികളായി ആ പോരാട്ടത്തെ മുൻപോട്ട് കൊണ്ടുപോയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ, പോരാട്ടങ്ങൾ വലിയൊരളവോളം ജാതീയതയെ തുടച്ചു നീക്കിയ ഒരു നാടായി കേരളത്തെ മാറ്റി. പൂർണ്ണമായി തുടച്ചു നീക്കിയെന്നൊക്കെ ചോദിച്ചാൽ മറുപടി പറയാൻ പാടാണ്. ഇപ്പോഴും പലരുടെയും ഉള്ളിലൊക്കെ ജാതി ഉണ്ട്, ഒരു സത്യമാണ്. ഉണ്ട്. തുടച്ചു നീക്കുക എന്ന വാക്കിന്റെ അർത്ഥം പിന്നൊരു പൊടി പോലും അവശേഷിക്കില്ല എന്നാണ്, അല്ലെ? അങ്ങനെയാണ് തുടച്ചു നീക്കുക. അപ്പൊ അങ്ങനെ തുടച്ചു നീക്കിയോ എന്ന് ചോദിച്ചാൽ തുടച്ചു നീക്കാനിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചില പൊടിയൊക്കെ അവിടെ ഇവിടെ ഉണ്ട്, ചിലരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷെ പുറമേ പറയാൻ മടിയാണ്, അത്രയും അല്ലേ? ഞാനൊരു ജാതിവാദിയാണ് എന്ന് പറയാൻ മടിയാണ്, അതൊരു മോശമാണ് എന്ന ബോധ്യമുണ്ട്. മനുഷ്യൻ നടക്കുന്ന വഴിയിലൂടെ ഏതെങ്കിലും ഒരാളെ ജാതിയുടെ പേരിൽ നീ ഇതിലൂടെ നടന്നുകൂടാ എന്ന് ഇന്ന് ആരെങ്കിലും പറയുമോ? നീ അധസ്ഥിതനാണ്, അതുകൊണ്ട് ഈ റോഡിലൂടെ നീ നടക്കാൻ പാടില്ല എന്ന് ഇന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന പ്രത്യേക ജാതികളിൽപ്പെട്ട ജനിച്ച ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾ ഓച്ഛാനിച്ച് നിന്ന് വഴിമാറി നിൽക്കില്ല ഇന്ന് ഈ കേരളത്തിൽ. അയാൾ ആർജവത്തോടെ ശിരസുയർത്തി നിന്ന് അത് നിന്റെ അച്ഛനോട് പോയി പറ എന്ന് പറയും. അങ്ങനെ പറയാൻ അവനെ പ്രാപ്തനാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പാർട്ടി നേതൃത്വം കൊടുത്ത സമരങ്ങളാണ് എന്ന് ഈ നാട്ടിൽ സകലരെയും ഓർമ്മിപ്പിക്കേണ്ട ഒരു സമയമാണിത്. എങ്ങനെ ഇങ്ങനെ ഒരു കേരളം ഉണ്ടായി, എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യ സമൂഹം ഇവിടെ ഉണ്ടായി, എങ്ങനെ കേരളം ഇന്ത്യക്ക് വഴികാട്ടിയായി മാറി, അതിന്റെ പിന്നിൽ എത്ര പേർ ജീവൻ കൊടുത്തു, എത്ര പേർ അടിയേറ്റു വാങ്ങി എന്ന് പഠിപ്പിക്കേണ്ട ഒരു കാലമാണിത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് ഏറ്റവും സഹായകരമായ ഒരു രാഷ്ട്രീയ ദൗത്യമാണ് ഇപ്പോൾ സത്യത്തിൽ ഡോക്ടർ ധർമ്മരാജ അടാട്ട് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുസ്തകം ഇവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടോ? ഇല്ല, അത് വലിയ കുറവായി പോയി. സാധാരണ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ആ പുസ്തകം ഇവിടെ ലഭ്യമാവണം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ പങ്കെടുക്കുന്ന കുറെ പേർക്കെങ്കിലും അത് വാങ്ങാനും വായിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ കേരളത്തിന്റെ ചരിത്രം ഞങ്ങൾ പഠിക്കുമെന്നും ചരിത്ര വിദ്വേഷികളായ സകലരോടും പൊരുതാൻ ചരിത്രം ഞങ്ങൾ ആയുധമാക്കുമെന്നും അതിന് ധർമ്മരാജ അടാട്ടിന്റെ പുസ്തകം ഞങ്ങൾ അന്വേഷിച്ച് തേടിപ്പിടിച്ച് വായിക്കുമെന്നും പ്രതിജ്ഞയെടുക്കാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.